ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മുന്നേ ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷണമായിരുന്നു കേട്ടോ. എനിക്ക് യൂട്യൂബ് നോക്കിയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷ നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയി കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എപ്പോഴും നമ്മളിപ്പോൾ ടീത്ത് ബ്രേസസ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴിപ്പോൾ രാത്രിയാണ് കേട്ടോ, സമയം ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവക്കാടോ മേടിച്ചതുണ്ടായിരുന്നു. അങ്ങനെ സ്മൂത്തി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നുന്നില്ല, അതായത് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പിന്നെ വിചാരിച്ച അവക്കാടോ വെച്ചിട്ട് എന്തെങ്കിലും റെഡി. പിന്നെ ഞാനിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ലൈവ് പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് കയറണം. അപ്പോഴും ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നേരെ കയറില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന്. അങ്ങനെ ഞാൻ ലൈവ് കയറുമ്പോഴത്തേക്ക് സാധാരണ ഫുഡ് കഴിച്ചിട്ടേ കയറാറുള്ളൂ, അല്ലാതെ ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കാറില്ല. മുമ്പ് അങ്ങനെ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. അപ്പം ലൈവ് കയറുന്നതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുന്ന നമുക്ക് ബ്രെഡ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോഴത് വെച്ചിട്ട് എന്തെങ്കിലും റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇട്ട് വന്നിട്ടുണ്ട്, മുട്ടയുണ്ട്, അതുപോലെ തന്നെ അവക്കാഡോ, ഒരു പച്ചമുളക്, ഒരു സവാള. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നാരങ്ങ വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്, പക്ഷേ നാരങ്ങ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന വിനാഗിരിയാണ് കുറച്ച് ഒഴിക്കാൻ, ആ ഒരു നാരങ്ങേൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നുമില്ല, എന്താ പറയുന്നത്, മല്ലിയില വേണമെന്ന് വിചാരിച്ചത്, പക്ഷെ മല്ലിയില ഇരിപ്പില്ല, പെട്ടെന്നുള്ള തീരുമാനമില്ല. അപ്പോൾ വിചാരിച്ച് ഉള്ളത് കൊണ്ടിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറേ നാളായാലും ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഇപ്പം ഞാൻ പല്ലിൽ കമ്പി എടുത്തതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കുറേ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അല്ലാത്ത വീഡിയോസൊക്കെ കുറവാണ്, ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ കുറവാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുക എടുക്കണമെന്നൊക്കെ, പക്ഷേ പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ആവത്തില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആവാറില്ല. പലപ്പോഴും പല രീതിയിലെന്ന് വെച്ചാൽ എടുത്താലും ഒരു ഇൻകംപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ പിന്നെ അന്നത്തെ ദിവസം ആ ഒരു വീഡിയോ ഇടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ലാഗായി പോകും. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നമുക്കിനി ടീത്ത് ബ്രേസസിൻ്റെ വീഡിയോസും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസും ഇടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് മുതലേ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാലും ചുമ്മാതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞാലും ലാഗായിരിക്കും. അങ്ങനെ പിന്നെ ഷോർട്സ് എല്ലാ ദിവസവും മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പിന്നെ സംസാരം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ, പല്ലിലിട്ടേക്കുന്ന റീറ്റൈനേഴ്സുമായിട്ട്. അപ്പോഴേ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് ക്ലാസ്സിൽ വെച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സംസാരത്തിന് ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മാറ്റം അതെന്തുവാ എടി, നിൻ്റെ ആ ഒരു പണ്ടത്തെ സൗണ്ടിന് ഒരു ചേഞ്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നാം, അപ്പോൾ ഞാൻ റീറ്റൈനേഴ്സ് ഇട്ടിട്ടുണ്ടെടി, അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എങ്കിൽ അതാടാ നിൻ്റെ സംസാരത്തിനൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ടൊന്ന് കാരണം സ്പീഡിന് സംസാരിച്ചാലും നമുക്ക് നാക്ക് തട്ടിയിട്ട് ചില വാക്കുകളൊന്നും കറക്റ്റ് ആവാം. അപ്പോൾ എന്നാൽ ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ടൈം കളയണ്ട, ഇപ്പം തന്നെ ഓരോന്ന് പറഞ്ഞ് ടൈം കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ അവക്കാഡോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ ഉണ്ടല്ലോ അവക്കാഡോ കട്ട് ചെയ്യാൻ നോക്കിയാലും ഞാൻ എടുക്കുന്ന അവക്കാഡൊക്കെ തടി ഈ ഒരു കളർ വ്യത്യാസം കാണും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് വേണ്ടത്, ഇനി ഈ ഇരിക്കുന്ന ഉള്ളിയെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്കിടെ ഞാൻ ചോപ്പർ അന്വേഷിച്ചൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം നോക്കിയിട്ട് എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞിടത്തൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നും കിട്ടിയില്ല. അവസാനം പിന്നെ അമ്മ വന്ന് തന്നെ നോക്കി തന്നപ്പോഴത്തേക്ക് എനിക്ക് ചോപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചോപ്പർ വെച്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് തരുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ട് കിട്ടും. അതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നും അരിയാൻ എന്നെ കൊണ്ടുപോലും പറ്റത്തില്ല. ഇത്രയും ക്ലോസ് ആക്കി പിടിച്ചപ്പോഴത്തേക്ക് കണ്ണ് നന്നായിട്ട് എരിഞ്ഞും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു അവക്കാഡോയിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ അവക്കാഡോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. നല്ല ബട്ടറി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. അതങ്ങനെ ആയിക്കോളും. അവക്കാഡോയെ പറ്റി പറയണ്ടല്ലോ, നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നല്ല രീതിയിലാവുകയും ചെയ്യും. അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഉള്ളിയെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരൊറ്റ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ, അത് മാത്രം മതിയാവും. അത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനായിട്ട് കാണും. അത്രയും മിക്സാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അയ്യോ തക്കാളി ഇല്ലല്ലോ, അതിപ്പോൾ എന്ത് ചെയ്യുന്നു. അതോ അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്കാണ് അവസാനം ഒരെണ്ണം ഫ്രിഡ്ജിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, തക്കാളി ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അവശേഷിക്കും. അങ്ങനെ ഇരുന്ന് ഒരെണ്ണം എടുത്തു, അതുപോലെ കട്ട് ചെയ്തിടുകയാണ്. അതുപോലെ ചോപ്പറിലിട്ട് ഇതുപോലെ അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല, ഒരുമാതിരി ജ്യൂസ് അടിച്ച ഒരു പരുവൊക്കെ ആയിപ്പോവും. അതായത് ജ്യൂസ് അടിച്ച് മീൻസ് ഒട്ടൊരു നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവത്തില്ല.
ചോപ്പറിലിട്ട് അടിച്ചെടുത്താൽ. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് ഒരു പഴം മുറിഞ്ഞാൽ പോലും മുറിയാത്ത ഒരു കത്തി കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തിരുന്നത്. വേറെ കത്തിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിതാണ് രഥം. പക്ഷേ ഇത് വെച്ച് അങ്ങോട്ട് മുറിയത്തൂല്ല. ഒരുപാട് നേരം കട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അതങ്ങോട്ട് കട്ടായി വീഴുന്നത്. എങ്കിലും ഞാനത് മാറ്റാറില്ല. അത് തന്നെയാണ് എൻ്റെ മിക്ക വീഡിയോസ് നോക്കിയാലും മനസ്സിലാവും, ഞാൻ ഈ ഒരു കത്തിയാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനൊന്നും വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് നിന്നില്ല. ഇത്രയൊക്കെ തന്നെ മതി, ധാരാളം. പിന്നെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർക്കാമെന്നൊക്കെയായിരുന്നു ആദ്യത്തെ എൻ്റെ പ്ലാൻ. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചു, ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ട താണ്ട് ഇതുപോലെ ആക്കി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചത്. ഇതുപോലെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഫേസാണ് കണ്ടത്. ഓക്കെ, അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞു. കൂടുതൽ ആഡംബരമൊന്നും ഇല്ലാതെ ഞാൻ ബ്രെഡിൽ സാൻഡ്വിച്ച് പോലൊന്നും ആക്കിയില്ല. ജസ്റ്റ് ഇതുപോലെ പിച്ച് കഴിച്ചത്. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കലും കൂടി ഇതിൻ്റെ ഇടയ്ക്കായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടൈമും പോകണുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ രാത്രിത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ലൈവിൽ കയറണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.